ആരും ധൃതി പിടിക്കേണ്ട, വളരെ നല്ല രീതിയിൽ സാരി ഉടുക്കണം. നമ്മുടെ ചേച്ചിമാർക്ക് ഒരു വെല്ലുവിളിയായിട്ടുകൊണ്ട് നല്ല രീതിയിൽ സാരി ഉടുക്കണം. അവരെയും കൂടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി നടത്തുന്നത്. ബ്ലൗസ് ഇട്ടിട്ടില്ല. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. സുമീഷ് ഏകദേശമൊക്കെ തീരാറായി. ആ ജോബിൻ വളരെ ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തെ പഠിപ്പിച്ചു എന്നാണ് തോന്നുന്നത്. അതാ സുമേഷ് എടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. എടാ സുമീഷ്, 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 എടാ സുമീഷ് പുറകോട്ട് പോയിട്ട് നടന്നു പോ. അതെവിടെയെങ്കിലും കുത്തി വെക്കും. ഓ ഇതുവരെ സാരി ഉടുക്കുന്നത് കണ്ടിട്ട് പോലുമില്ലാത്ത ശരത്തിനൊന്നും സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. താനെന്തിനാണ് മത്സരിക്കാൻ വന്നത്? അമ്മയുടെ സാരി ഇട്ടിരിക്കുന്നത് അവിടെ എത്താൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചെരിഞ്ഞ് ചെരിഞ്ഞ് ായിരിക്കുകയാണ്. ശരത്തൊഴികെ ബാക്കി 3 പേരും വളരെ നന്നായിട്ട് തന്നെ, എന്റെ അഭിപ്രായത്തിൽ വളരെ നന്നായിട്ട് തന്നെ അടുത്ത ഉടനെ തന്നെ എടുത്തു കഴിയും. ശരത് കമാൺ ജോണി വല്ലതും നടക്കുവോ? എടാ അവിടെ വീച്ചിട്ട് കിടന്ന് ഉള്ള. എടാ അത് പുറകിലോട്ട് ചുറ്റി വെക്കും. ആണ്ട് അഴിഞ്ഞു പോയി മൊത്തം. സമയം നേടാൻ പോവുകയാണ്. സമയം തീർന്ന് കഴിക്കുമ്പോൾ വളരെ ഭംഗിയായി കൊടുത്തിരിക്കണം. സമയമിതാ കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജഡ്ജസിന്റെ മറുപടിക്കായി നമ്മൾ മൈക്ക് കൈമാറുകയാണ്. ജഡ്ജസ്, ഒരു ചോദ്യം ഇവരോട്, ഇവർക്ക് പാടായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ എന്നുള്ളൊരു എന്താണ് നിങ്ങൾക്ക് ആഗ്രഹം? പെണ്ണായിട്ട് ജനിക്കണോ ആണായിട്ട് ജനിക്കാൻ തന്നെയാണ് ആഗ്രഹം. പെണ്ണുങ്ങളുടെ പുസ്തകം മാത്രമല്ല ഈ പരിപാടി. സാരി ഉടുക്കുക എന്ന ഇത് ആണുങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ആർക്കും അറിയാൻ മേലാത്തൊരു സംഭവമല്ല. ഇപ്പം തെളിയിച്ചിരിക്കുകയാണ്. വേറെന്തെങ്കിലും ചോദ്യം? ജഡ്ജസ്, ഈ വേഷം തുടരാൻ ആഗ്രഹമുണ്ടോ? ആരാ സാരി ഉടുക്കാൻ പഠിപ്പിച്ചേ? സാരി ഉടുക്കാൻ ആരാ പഠിപ്പിച്ചത്? എന്റെ വൈഫ് ആദ്യം പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് ഇവിടെ നമ്മുടെ ടോണിയുടെ അമ്മ എന്നെ പഠിപ്പിച്ചു. ഇവരോടൊക്കെ ഞാൻ നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷം. മത്സരത്തിന് വേണ്ടിട്ട് തന്നെ പഠിച്ചതല്ലേ? അതെ, തീർച്ചയായും. പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, ഇത് ആണുങ്ങൾക്ക് കഴിയുമ്പോൾ ഞങ്ങൾ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. ജയമലി ഓരോന്നും പേര് പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. ടോണി എന്തോ സുമീഷ്, സാരി സുമീഷ്, സുമീഷ്, സുമീഷ് നിന്നോട് ചോദിക്കുമല്ലോ കള്ളം പറയുന്നേ. മക്കളെ, ഇടയ്ക്കൊക്കെ ഈ വേഷം ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ? ഒട്ടുമില്ല. പെണ്ണുങ്ങളുടെ ബുദ്ധിമുട്ട് ഇപ്പൊ എന്താണെന്ന് മനസ്സിലായി. ഒരുങ്ങാൻ സുമീഷേ, ആരാ കണ്ടു പഠിച്ചതാ സാരി കൊടുക്കാൻ? ഇപ്പൊ പഠിച്ചത് ഈ ജന്മവാസം കണ്ടിട്ട് വാസന ഇച്ചിരി കുറവാ. അടിച്ചില്ല. സാരി കൊടുക്കുന്ന അയലോക്കത്തൂടെ പോലും പോയിട്ടില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ
മമ്മി 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 ഒരു പാട്ട് പാടിക്കേ. ഹിന്ദി പാടേ. പെർഫോമൻസ് ആകാം കേട്ടോ. ഓമനപ്പുഴക്കടപ്പുറത്തെന്നോമനെ നല്ല മുഖം വാടിയതെങ്ങനെ ഓമനപ്പുഴക്കടപ്പുറത്തെന്നോമനെ പൊന്നോമനെ. ഫോട്ടോ കൂടെ ഇത് കണ്ടല്ലോ, ഒരു പാട്ട് പാടിക്കാനോ? ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. കുട്ടിയിൽ പോയി പഠിച്ചാലും നാട്ടു നടപ്പു മറക്കാമോ മാറ്റു മുങ്ങി പറന്നാലും മണ്ണിനെ വിട്ടു കളിക്കാമോ പോലീസ് മലമയലും തന്റെ ഇങ്ങനെയാകാമോ അതാമോ അതാമോ അതാമോ. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം. ഏത് പാട്ട് പാടും? താങ്ക് യു താങ്ക് യു താങ്ക് യു. ഞാൻ വളർന്നിട്ടല്ലേ പാട്ട് പെർഫോമൻസും വേണം. എടാ ഏതിനും പാടറാ ചുമ്മാ. കവിഞ്ഞായാലും പെർഫോമൻസ് ഉണ്ടോ? ആക്ഷൻ സോങ് ആയിക്കോട്ടെ. ജീവിതമാണ്. ഒരു വെറൈറ്റി